ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഗരം മസാല. നമുക്കിതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവിൻ്റെ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കാം. ബിരിയാണി തിളപ്പിക്കണം. ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചിട്ട് താറാവ്. നമ്മുടെ മസാലയെല്ലാം നന്നായി, ഗ്രേവി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താറാവ് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കി താറാവോടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് കറി റെഡിയായിരിക്കുകയാണ്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിന്ന് ഉണ്ടാക്കിയ നാടൻ രീതിയിലുള്ള താറാവ് ചാപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയായിരിക്കും. ഉറപ്പായിട്ടും ഇതിൽ പോയി ട്രൈ നോക്കാം.